ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ 20 പോയിന്റ് പീസ് പാക്കേജ് പ്രകാരം എല്ലാ ഇസ്രയേലി ബന്ദികളെയും അതായത് മരിച്ചവരെയും ജീവനോടെയും വിട്ടയക്കുവാൻ ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 48 പേരാണ് ഇപ്പോഴും വിട്ടുകിട്ടാനുള്ളത്. അതിൽ 20 പേരാണ് ജീവനോടിരിക്കുന്നതെന്നാണ് ഇസ്രയേലിന്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ മധ്യസ്ഥരിലൂടെ ഈ കരാർ ഫൈനലൈസ് ചെയ്യുവാൻ തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം അല്പമണിക്കൂറുകൾ മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ ഈ ഹമാസ് തയ്യാറായി കഴിഞ്ഞുവെന്ന് ഡൊണാൾഡ് ട്രംപും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ഗസയിലെ ബോംബിംഗ് ഉടൻ നിർത്തണമെന്ന് ഇസ്രയേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ അതുപോലെ ഗസയിൽ സമാധാനം കൊണ്ടുവരുവാനും ഒക്കെ ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ 20 പോയിന്റ് പീസ് പാക്കേജിലെ പലതും ഹമാസ് അംഗീകരിച്ചതോടെയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം ഇസ്രയേലിന് പോയിരിക്കുന്നത്. നേരത്തെ ഇന്നത്തെ പകൽ കടുത്ത ഭാഷയിൽ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുവാൻ ഒരു മാക്സിമം ഞായറാഴ്ച വരെയുള്ള ഒരു സമയമാണ് ട്രംപ് നൽകിയത്. അതേസമയം ഈ ഹമാസിനെ നിരായുധീകരിക്കണം ഒരു ആവശ്യത്തിലാണ് ഹമാസ് നേതൃത്വം പ്രധാനമായും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നിർദ്ദേശമൊക്കെ പോയിട്ടും ഇപ്പോഴും ഇസ്രയേലിൽ അതായത് ഗസയിൽ കനത്ത ബോംബിംഗ് ആണ് ഇസ്രയേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഗസ പട്ടണത്തിന്റെ ഹൃദയഭാഗമായ താരത്തീനി തെരുവുകളിലെല്ലാം ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് എത്രയും പെട്ടെന്ന് സമാധാന ശ്രമവുമായി മുന്നോട്ട് പോകണമെന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ഹമാസിന്റെ പ്രതികരണം വന്നതോടെ ട്രംപിന്റെ പാക്കേജിലെ ആദ്യഘട്ടം നടപ്പിലാക്കുവാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ 20 പോയിന്റ് പീസ് പാക്കേജുമായി ഇസ്രയേൽ മുന്നോട്ട് പോകും. അതുപോലെ ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന്റെ ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള ടീമുമായി പൂർണ്ണ സഹകരണത്തോടെ ഇസ്രയേൽ പ്രവർത്തിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞ മണിക്കൂറിൽ അറിയിച്ചത്.